വെൽക്കം ടു അപർണ വിസി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് ഷാർജയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചോക്ലേറ്റ് ഷാർജ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിൽ നമ്മുടെ ഫ്രീസറിൽ വെച്ച് നല്ലപോലെ ഐസിട്ടേക്ക് വെച്ചിരിക്കുന്ന നമ്മുടെ പാലിട്ട് കൊടുക്കുകയാണ്. ഒന്നുകിൽ വേണമെങ്കിൽ നമുക്കിത് പൊട്ടിച്ചിട്ടിടാം, അല്ലെങ്കിൽ എങ്ങനെ ഇടാം, കുഴപ്പമില്ല. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് അത് എന്തായാലും മെൽറ്റാവുന്നുണ്ട്, അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം നമ്മൾ പിന്നെ ഇടുന്നത് പഴമാണ്. ഏത് പഴമായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ 2.5 പഴമാണ് യൂസ് ചെയ്യുന്നതുള്ളൂ. 2 ഫുൾ പഴവും 1 ഹാഫ് പഴവും എടുക്കുന്നുള്ളൂ, അല്ലാതെ ഒത്തിരി ഒന്നും എടുക്കുന്നില്ല. അതിന് ശേഷം നമ്മൾ ബൂസ്റ്റിൻ്റെ പൊടിയാണ് ഇടുന്നത്. ബൂസ്റ്റിൻ്റെ പൊടി ഞാൻ 1 സ്പൂൺ ബൂസ്റ്റിൻ്റെ പൊടി യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം കപ്പലണ്ടിയാണ് 2 സ്പൂൺ കപ്പലണ്ടി എടുക്കുന്നുണ്ട്. അതിന് ശേഷം കാഷ്യൂ നട്ടാണ് 3 കാഷ്യൂ നട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ബദാം 3 ബദാം തന്നെയാണ്. കാഷ്യൂ നട്ടിൻ്റെ സെയിം റേഷ്യോ തന്നെയാണതും. പിന്നെ അതിന് ശേഷം നമുക്കിതിനെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സിയുടെ ജാറിൽ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതിന് ശേഷം ഈ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഷുഗർ 1 കപ്പ് ഷുഗറാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ലപോലെ ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഡയറി മിൽക്കിൻ്റെ ഇതാണ് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് സൈഡിലോട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കാഷ്യൂ നട്ടും ബദാമും കപ്പലണ്ടിയൊക്കെ സ്മോൾ പീസാക്കിയിട്ട് അതിൻ്റെ താഴെ ഒന്ന് ഡെക്കറേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ ഷാർജ ഇതിലോട്ട് ഒഴിക്കുകയാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലാസ്സിലോട്ട് പയ്യെ ആ മിക്സിയിൽ നിന്നാണ് ഡയറക്റ്റ് ഒഴിക്കുന്നത്. അതിൽ നിന്ന് ഒഴിക്കുന്ന സമയത്ത് തറയിലോട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ബദാം ഇടാം. കുറച്ച് ബദാമും കാഷ്യൂ നട്ടൊക്കെ ഒന്നും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് എടുത്ത് നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നിന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം സൈഡിലോട്ടൊക്കെ. അതിന് ശേഷം നമ്മുടെ ഐസ്ക്രീം, ഇപ്പോഴാണ് നമ്മൾ ഐസ്ക്രീം യൂസ് ചെയ്യുന്നത്. വാനില ഫ്ലേവറാണ് ഐസ്ക്രീം ഞാൻ എടുക്കുന്നത്. ഒത്തിരി ഐസ്ക്രീം വേണ്ട, 1 സ്പൂൺ ഐസ്ക്രീം മതിയാവും. അങ്ങനെ 1 സ്പൂൺ വാനില ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. 1 സ്പൂണോ 1.25 ഇടാം. ഒരുപാടായിപ്പോയി നമ്മുടെ ഷാർജയുടെ ടേസ്റ്റ് മാറും. വീണ്ടും നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഷാർജനെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഷാർജയാണ് വീണ്ടും ഒഴിക്കുന്നത്. ഷാർജ ഒഴിച്ചിട്ട് 2 ലെയർ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അതിന് ശേഷം അല്പം വീണ്ടും ചോക്ലേറ്റും കാഷ്യൂ നട്ടും ഇതൊക്കെ നമ്മൾ വീണ്ടും ഡെക്കറേറ്റ് ചെയ്യുവാണ്. നേരത്തെ ചെയ്തതിന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. ഇതിൻ്റെ മീതി കുറച്ച് വേണമെങ്കിൽ അല്പം ഐസ്ക്രീമും കൂടെ വെച്ചാൽ ടേസ്റ്റ് കൂടും. ഒത്തിരി ആവണ്ട കേട്ടോ.